സോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്കൗട്ട് പ്രോഗ്രാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ബോഡി പാർട്സിൻ്റെ ആയിട്ടുള്ള വർക്കൗട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ നോക്കാം. ഈ ചെസ്റ്റിൽ പറയുമ്പോൾ പലരും മിഡ് ചെസ്റ്റ്, അപ്പർ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയുമെങ്കിലും ആക്ച്വലി ചെസ്റ്റിൽ രണ്ട് മസിൽ മാത്രമേ ഉള്ളൂ, പെക്ടോറിസ് മൈനറും പെക്ടോറിസ് മേജറും. ആൻഡ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഈ ഇൻക്ലൈനൊക്കെ ചെയ്താൽ ചെസ്റ്റിന് അപ്പർ ചെസ്റ്റിന് കൂടുതൽ എഫക്റ്റീവ് ആവില്ല എന്ന്. എഫക്റ്റീവ് ആവും, പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറൊരു മസിലായതുകൊണ്ടല്ല. അപ്പോൾ ചെസ്റ്റിൻ്റെ എക്സസൈസ് ഡിസൈനിലേക്ക് പോകാം. ആൻഡ് ഇതിൽ നിങ്ങൾ 3-4 എക്സസൈസ് സെലക്ട് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് ഒന്ന് നോക്കേണ്ടത് ഇൻക്ലൈൻ ആയിട്ടുള്ളൊരു പ്രസ് മൂവ്മെൻറ്റ് എന്തായാലും വേണം. ആൻഡ് അത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രസ് മൂവ്മെൻറ്റ് വേണം. ഈ ഫ്ലാറ്റ് പ്രസ് നിങ്ങൾക്ക് മെഷീനിൽ ചെയ്യാം, ആൻഡ് സ്മിത്ത് മെഷീനിൽ ചെയ്യാം, ജസ്റ്റ് ബാർബിൾ പ്രസ് ചെയ്യാം, ഡംബിൾ പ്രസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സാധാ ഒരു പ്രസ് മൂവ്മെൻറ്റ് എടുത്താൽ മതി. ആൻഡ് ഇൻക്ലൈൻ ആയിട്ടുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷീനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻ ബാർബിൾ പ്രസ്സോ ഡബിൾ പ്രസ്സോ ചെയ്യുക. ഇനി അടുത്തായിട്ടൊരു ഫ്ലൈ മൂവ്മെൻറ്റ് എന്തായാലും സെലക്ട് ചെയ്യുക. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലൈ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മെഷീൻ ഫ്ലൈസ് അല്ലെങ്കിൽ കേബിൾ ഫ്ലൈസ് ഓർ ഡംബിൾ ഫ്ലൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 എക്സസൈസാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് കൂടി ആഡ് ആക്കാം. അത് ഡിക്ലൈൻ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് ഡിപ്സ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ സെലക്ട് ചെയ്ത 3-4 എക്സസൈസുകൾ നിങ്ങൾക്ക് 3 to 4 സെറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ സജഷനാണ് നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. അത്രയും വോളിയം ഒക്കെ നമുക്ക് മതിയാവും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 4 എക്സസൈസ് ചെയ്യാനാണ്. അതിൽ ഒന്ന് നിങ്ങളുടെ അപ്പർ ബാക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കും, രണ്ടാമത്തെ നിങ്ങളുടെ മിഡിൽ ബാക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കും, മൂന്നാമത്തെ ലോവർ ബാക്കിനായിരിക്കും, ആൻഡ് നാലാമത്തെ ലാറ്റ്സിനായിരിക്കും. അപ്പോൾ അപ്പർ ബാക്കിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെഷീൻ റോസ് ചെയ്യാം. അതിൻ്റെ സീറ്റ് കുറച്ച് ലോ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ അപ്പർ ബാക്കിന് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ട് വരുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ മെഷീൻ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാർബൽ റോസ് കുറച്ചുകൂടി അപ്പർ ബാക്കിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആൻഡ് മിഡിൽ ബാക്കിന് വേണ്ടി നമുക്ക് മെഷീൻ റോസ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കേബിൾ റോസ് ചെയ്യാം. പക്ഷേ ആ സീറ്റ് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാക്കിൽ എവിടെയാണ് ആക്ടിവേഷൻ വരുന്നതെന്ന്. ഇനി നമ്മൾ ലോവർ ബാക്കിന് വേണ്ടി ഹൈപ്പർ എക്സ്റ്റൻഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഡെഡ് ലിഫ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലെഗ് ഡേ അല്ലെങ്കിൽ ബാക്ക് രണ്ടിലും ഒരു ഡെഡ് ലിഫ്റ്റ് മാത്രം ചെയ്യാൻ നോക്കുക. ആൻഡ് അതിൽ നല്ലത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അടുത്ത് നമ്മൾ ലാറ്റ്സിന് വേണ്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ ലാറ്റ് പുൾ ഡൗൺ, അല്ലെങ്കിൽ ലാറ്റ് പുൾ ഡൗണിൻ്റെ മെഷീൻസ്, അല്ലെങ്കിൽ റിവേഴ്സ് ലാറ്റ് പുൾ ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുള്ളപ്പും ചെയ്യാവുന്നതാണ്. പക്ഷേ പുള്ളപ്പിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓവർലോഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുള്ളപ്പ് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. സോ നിങ്ങൾ തീർച്ചയായും ലാറ്റ് പുൾ ഡൗൺ മെഷീൻ അല്ലെങ്കിൽ ലാറ്റ് പുൾ ഡൗൺസ് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്ക് ലെഗിലേക്ക് നോക്കാം. ലെഗിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 3 മേജർ മസിൽസാണ് വരുന്നത്. ഒന്ന് ക്വാഡ്സ്, ഒന്ന് ഹാംസ്ട്രിങ്സ്, ഒന്ന് കാഫ്. കാഫിന് വേണ്ടി നിങ്ങൾക്ക് സ്റ്റാൻഡിങ് കാഫ് റൈസ് അല്ലെങ്കിൽ സിറ്റിംഗ് കാഫ് റൈസ് രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ്. ആൻഡ് ക്വാഡ്സിന് നമുക്ക് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഹാംസ്ട്രിങ്ങിന് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വാഡ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ് ചെയ്യണം. അത് ഒന്നിക്ക് സ്ക്വാട്ട്സ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ലെഗ് പ്രസ്, അല്ലെങ്കിൽ സ്ക്വാട്ട് മൂവ്മെൻറ്റ് വരുന്ന പോലത്തെ ഏതെങ്കിലും ഒരു മെഷീൻ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് അതുപോലെ തന്നെ ഒരു ഐസൊലേഷൻ മൂവ്മെൻറ്റായ ലെഗ് എക്സ്റ്റൻഷൻ കൂടി ഇതിനു വേണ്ടി ചെയ്യുക. ആൻഡ് നമ്മളെ ഹാംസ്ട്രിങ്ങിന് വേണ്ടി നമ്മൾ ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഹാംസ്ട്രിങ്ങിന് വേണ്ടിയുള്ള ഒരു മെയിൻ കോമ്പൗണ്ട് മൂവ്മെൻറ്റാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ്, അങ്ങനത്തെ ഡെഡ് ലിഫ്റ്റ് മാത്രമേ നമുക്ക് കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആയിട്ട് ഹാംസ്ട്രിങ്ങിന് പെർഫോം ചെയ്യാൻ പറ്റൂ. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആയിട്ട് ലൈൻ ലെക്കുകൾ അല്ലെങ്കിൽ സീറ്റഡ് ലെക്കുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹാംസ്ട്രിങ്സിന് ഇത്രയും മതിയാവും. നിങ്ങൾ ഓവറോൾ ലെഗ്സിന് അപ്പോൾ വരുന്നത് ഒരു 5 എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ലെഗ് ഡേ ആക്കാം. ലൈക്ക് ഒരു 3 എക്സസൈസ് ഒരു ലെഗ് ഡേ ആൻഡ് 3 എക്സസൈസ് മറ്റൊരു ലെഗ് ഡേ അങ്ങനെ വെച്ചിട്ട്. അതായത് ഒരു ഹാംസ്ട്രിങ് ഫോക്കസ്ഡ് ലെഗ് ഡേയിൽ ഒരു സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, പിന്നെ ഒരു ലെഗ് എക്സ്റ്റൻഷൻ, പിന്നെ ഒരു ലെക്കുകൾ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഇതും കാഫ് റൈസും. ആൻഡ് അതുപോലെ തന്നെ ഒരു ക്വാഡ് ഫോക്കസ് ലെഗ് ഡേയിൽ സ്ക്വാട്ട് ഉണ്ടാവും, ആൻഡ് ലൈങ് ലെക്കുകൾ, ആൻഡ് നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻ, ആൻഡ് കാഫ് മെഷീൻ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ അടുത്ത മസിൽ ഗ്രൂപ്പാണ് ബൈസെപ്സ്. ബൈസെപ്സിന് 2-3 എക്സസൈസൊക്കെ മതിയാവും. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി എക്സസൈസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ ഒരു നോർമലായിട്ടുള്ള ഒരു കേൾ, അതായത് ബാർബൽ കേൾ അല്ലെങ്കിൽ ഡംബിൾ കേൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മളൊരു സുപ്പീനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേൾ, അതായത് ഒന്നിക്ക് റിവേഴ്സ് കേൾ അല്ലെങ്കിൽ ഒരു ഹാമർ കേൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നമ്മുടെ ബൈസെപ്സിൻ്റെ ഉള്ളിലത്തെ ഒരു ബ്രേക്കിയോ റേഡിയാലിസ് എന്നൊരു മസിൽ കൂടി ഉണ്ട്. സോ അതിനെ കൂടി ട്രെയിൻ ചെയ്താൽ മാത്രമേ ബൈസെപ്സ് നല്ല രീതിയിൽ വരും. ആൻഡ് ബൈസെപ്സിന് ഒരു 3 സെറ്റൊക്കെ മതിയാവും. പിന്നെ ബൈസെപ്സൊക്കെ ചെറിയൊരു മസിലാണ്, സോ ഓവർ ട്രെയിൻ ചെയ്യാതെ നോക്കുക. അധികം വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബൈസെപ്സിന്. ബൈസെപ്പിൻ്റെ അനാട്ടമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈസെപ്സിൽ 2 ഹെഡാണുള്ളത്. ഒന്ന് ഷോർട്ട് ഹെഡും ഒന്ന് ലോങ് ഹെഡും. ആക്ച്വലി നമ്മൾ ഏതൊരു കേളിങ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ 2 ഹെഡ് ഒരുപോലെ ട്രെയിൻ ആവുന്നുണ്ട്. സോ നിങ്ങൾ ഇത് 2 ഹെഡിനും വേറെ എക്സസൈസും ചെയ്യേണ്ട ആവശ്യം പെടുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത മസിൽ നമ്മുടെ ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്സിൽ മെയിനായിട്ട് 3 ഹെഡാണുള്ളത്: മീഡിയൽ ഹെഡ്, ലാറ്ററൽ ഹെഡ്, ആൻഡ് ലോങ് ഹെഡ്.
ഇതിൽ നമ്മുടെ ലോങ് ഹെഡ് പാർട്ടാണ് നമ്മൾ കുറച്ചുകൂടി സൈസ് വരാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ട്രൈസെപ്സിൻ്റെ ഏറ്റവും വലിയ പാർട്ട്. നമ്മുടെ കൈയുടെ ഒരു 2/3 ഭാഗം വരുന്നത് ട്രൈസെപ്സ് ആണ്. ഈ ട്രൈസെപ്സിൻ്റെ 2/3 വരുന്നത് നമ്മുടെ ലോങ് ഹെഡാണ്. സോ ലോങ് ഹെഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. ട്രൈസെപ്സിന് വേണ്ടി എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും 2-3 കാര്യങ്ങൾ ഉറപ്പിക്കുക. ലൈക്ക് ഒരു എക്സസൈസ് നിങ്ങൾ എന്തായാലും ഒരു പുൾ ഡൗൺ വെർഷൻ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഒരു എക്സസൈസ് എന്തായാലും നിങ്ങളുടെ ഓവർ ഹെഡ് നിങ്ങളെ ഹാൻഡ്സ് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മുടെ ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ആൻഡ് അതുപോലത്തെ എക്സസൈസുകൾ. പിന്നെ നിങ്ങൾക്ക് കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആയിട്ട് ഒരു ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ബോഡി പാർട്ടായി ഷോൾഡറിലേക്ക് കിടക്കാം. ഷോൾഡറിൽ 3 ഹെഡ്സാണ് വരുന്നത്. ഒന്ന് റിയർ ഹെഡ് ആൻഡ് സൈഡ് ലാറ്ററൽ ആൻഡ് ഫ്രണ്ട് ഹെഡ്. അപ്പോൾ നമ്മൾ തീർച്ചയായും 3 എക്സസൈസ് ഈ 3 ഹെഡിന് വേണ്ടി ഉൾപ്പെടുത്തണം. ആൻഡ് നമ്മളെ ട്രാപ്സിനും കൂടി നമ്മൾ ട്രെയിൻ ചെയ്യുക, അതിനും കൂടി ഒരു എക്സസൈസ് ഉൾപ്പെടുത്തണം. സോ ടോട്ടൽ 4 എക്സസൈസ് വരും. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഫ്രണ്ട് ഡെൽറ്റോയിഡ്സിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഷോൾഡർ പ്രസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് റൈസൊക്കെ ഓപ്ഷണലായിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുക. കാരണം നമ്മൾ ചെസ്റ്റിന് തന്നെ ഒരുപാട് പ്രസ് മൂവ്മെൻറ്റ് ചെയ്യുമ്പം ഒരുപാട് ഫ്രണ്ട് ഡെൽറ്റോയിഡ്സ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. സോ നിങ്ങൾ പ്രസ് ചെയ്യുന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അടുത്ത് നമ്മുടെ ലാറ്ററൽ ഡെൽറ്റോയിഡ്സ് നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. ഇത് നമ്മൾ നല്ലത്തോളം ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിടുത്ത് കാണാൻ പറ്റും ഷോൾഡർ ഭാഗത്ത്. സോ ഇത് നല്ല ആസ്തറ്റിക്കലി നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണിക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാറ്ററൽ റൈസ് ആണ്. അത് ഡംബൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കേബിളിലും ചെയ്യാം. പക്ഷെ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കുക, കൂടുതൽ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ മസിലാണ് റിയൽ ഡെൽറ്റോയിഡ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിലാണ്. ഈ മസിൽ ഡെവലപ്പായാൽ മാത്രമേ നമ്മുടെ ഷോൾഡറിന് നല്ല റൗണ്ട് ലുക്ക് കിട്ടൂ. ഒരുവിധം എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നൊരു മസിൽ ഗ്രൂപ്പാണിത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി റിവേഴ്സ് പെക്ടൽ ഫ്ലൈ ആൻഡ് അതുപോലെ കേബിൾ റോ പുൾസ്, ഫേസ് പുൾസ് ആൻഡ് നമ്മുടെ ഡംബിൾ റിയർ ഫ്ലൈ അതൊക്കെയാണ് ഉള്ളത്. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് ഒന്ന് വർക്കൗട്ട്. ഈ ട്രാപ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്പർ ലോവർ ട്രാപ്സ് ഒക്കെ വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഒരു ട്രാപ്പിന് ഒറ്റൊരു എക്സസൈസ് മാത്രം ചെയ്താൽ തന്നെ മതിയാവും. നിങ്ങൾ ഒന്നിക്കിൽ ബാർബൽ വെച്ച് അല്ലെങ്കിൽ ഡംബൽ വെച്ചിട്ട് സ്ട്രഗ് ചെയ്യുക, അത് തന്നെ നിങ്ങൾ ട്രാപ്സിന് മതിയാവും. അപ്പോൾ ഇതിൽ ഞാൻ 4 ആംസ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതും വളരെയധികം ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നൊരു മസിൽ പാർട്ടാണ്. അതേപോലെ 4 ആം ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിൽ പാർട്ടാണ്. കാരണം നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ 4 ആംസ് ആയിരിക്കും. സോ 4 ആമിന് വേണ്ടി നിങ്ങൾക്ക് പല ടൈപ്പുള്ള എക്സസൈസ് ചെയ്യാം. അതിലൊന്നാണ് ഹാമർ കേൾ അല്ലെങ്കിൽ റിവേഴ്സ് കേൾ. ഇത് നല്ല രീതിയിൽ നമ്മുടെ 4 ആംസിൻ്റെ ബ്രാക്കിയോ റേഡിയാലിസിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളൊരു 4 ആം കേൾ വേരിയേഷനും കൂടി ആഡാക്കുക. അപ്പോൾ നമ്മുടെ ഒരുപാട് 4 ആം ഓവറോൾ ഹിറ്റ് ആവുന്നുണ്ട്. എൻ്റെ ഇനി ആപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്സിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്രഞ്ച് എക്സസൈസ് അത് ചെയ്താൽ മതിയാവും. നിങ്ങൾ കൂടുതൽ ആപ്സിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 എക്സസൈസ് കൂടി ആപ്സിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വർക്കൗട്ട് പ്രോഗ്രാം എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ള വീഡിയോ. സോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.